ഹലോ, നമസ്കാരം എല്ലാവർക്കും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഇന്ത്യ ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കുറേ മാർച്ചൊക്കെ നടത്തിയിട്ട് എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണെന്നറിയില്ല, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് പറയില്ല. അതുപോലെ ഞാനെന്ന് പറഞ്ഞ വ്യക്തി, അതായത് എനിക്കുണ്ട് 2 സ്ഥലത്തും വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരിക്കും. പക്ഷേ ഞാനെന്ന വ്യക്തി കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നടന്നപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാൻ പോയ വ്യക്തിയാണ് തൃശ്ശൂർക്ക്. അതിനുശേഷം ഞാൻ എന്താ പറയുക, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ 2 സ്ഥലത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോട്ട് അസാധുവാകുന്ന എല്ലാവർക്കും ഒരു കോമൺ സെൻസ് ഉള്ളതാണ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ പറയണത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞാൻ പോയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ സുരേഷ് ഗോപിനെ കണ്ടു, വടക്കുന്നാഥൻ ടെമ്പിളിൽ വെച്ചിട്ട് ഞാൻ സുരേഷ് ഗോപിനെ കണ്ടു. സുരേഷ് ഗോപി സാറായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്യും. സാർ എന്തായാലും വിജയിക്കുന്നു പറയുകയും ചെയ്തു. അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഭാഗ്യമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എന്താ പറയുക, സാറത് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ വന്നിട്ട് സുനിൽകുമാർക്ക് പറയുന്നുണ്ട്, അവിടെ ക്രമക്കേട് നടന്നിട്ട് ഇവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ടായിരിക്കും. ക്രമക്കേട് നടക്കുന്ന വെച്ചാൽ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇപ്പൊ നമ്മള് ഒരു കേരളത്തിലെ 80% ആൾക്കാരും അവിടെ തന്നെ ജോലി ചെയ്യുന്നവരല്ല, കേരളത്തിൽ ജനിച്ചിട്ടുള്ളവർ. നമുക്ക് ജോലി സാധ്യതകൾ കിട്ടിയിട്ട് പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ വർഷങ്ങളോളം അവിടെ ഇരിക്കും. അപ്പോൾ അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ട് എന്താ പറയാ, കത്തിയും പോക്കൊക്കെ കൊടുത്തിട്ട് വരുമോ, വാടാ ഇവിടെ നിന്റെ വോട്ടർ ലിസ്റ്റിന്റെ പേരുണ്ട്, പോയി ഇലക്ഷൻ ചെയ്യടാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരോട് നമ്മൾ വോട്ട് ചെയ്യും. ഇവിടെ അതാണ് നടന്നിട്ടുള്ളത്. മഹാദേവപുരം എന്നുള്ള പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവിടെ ചോദിച്ചു, അതൊക്കെ ഫുള്ള് എന്താ പറയാ പാളിയിട്ടുണ്ട് എല്ലാതും. അപ്പൊ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിനെ പോലെ മിസ്റ്റർ രാഹുൽ ഗാന്ധി, എന്തിനാണ് എല്ലാവരും നിങ്ങളെ ചെല്ലപ്പേര് വിളിക്കുന്നത്, പപ്പുമോൻ എന്ന് പറഞ്ഞിട്ട്? എന്തിനാ അത് വീണ്ടും നിങ്ങളത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ അതിന്റെ ആവശ്യം? ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് യാതൊരു തെറ്റില്ല. വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോ പൗരന്റെയും ഓരോ വ്യക്തിയുടെയും കുഴപ്പമാണ്. ഇപ്പൊ എനിക്കിപ്പോഴാണ് അറിയുന്നത്, ഫോം 7 കൊടുക്കണം ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റില് പേര് മാറ്റുന്നുണ്ടെങ്കിൽ. ആരും എനിക്ക് ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഇപ്പൊ ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ടായിരിക്കും. ഇതിന്റെ പുറകെ ആര് പോണത്?